CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് വിഴിഞ്ഞത്ത് എന്താണ് കാര്യം എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് കെ രാഗേഷിന്റെ മറുപടി. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് മാത്രമല്ല ഓരോ മലയാളിക്കും താല്പര്യമുണ്ട്. പൊതുമുതൽ നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയാണിത്. വിഴിഞ്ഞത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താണ് അസഹിഷ്ണുത? മുഖ്യമന്ത്രിയുടെ ഭാഷ കോൺഗ്രസിലെ കമന്റ് തൊഴിലാളികൾക്കും സൈബർ ഗുണ്ടകൾക്കും ചേർന്നതെന്നും കെ രാഗേഷ് FB പോസ്റ്റിൽ പറഞ്ഞു. വിശദാംശങ്ങളുമായി നിഖിൽ അളവൂർ ചേർന്നുണ്ട് കണ്ണൂരിൽ നിന്നും. നിഖിൽ, എന്തായാലും മുഖ്യമന്ത്രിയെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു മറുപടി തന്നെ. സോന, തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് വിഴിഞ്ഞത്തിൽ ഇത്ര താല്പര്യം എന്ന് മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ വിഴിഞ്ഞത്തോടുള്ള മുഖ്യമന്ത്രിയുടെ അമിത താല്പര്യം എന്തുകൊണ്ടാണ് എന്ന മറു ചോദ്യമാണ് കെ രാഗേഷ് ചോദിക്കുന്നത്. കേരളത്തിന്റെ പൊതുമുതൽ കൈമോശം വരാതിരിക്കാനുള്ള ജാഗ്രതയുടെ താല്പര്യമാണ് തനിക്ക് അതിലുള്ളത് എന്നതാണ് കെ രാഗേഷ് പറയുന്നത്. കേരളത്തിലെ ഓരോ പൗരനും ആ താല്പര്യമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഇത്തരം കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി അസഹിഷ്ണുത കാണിക്കുകയാണ് എന്നുള്ളതാണ് കെ രാഗേഷിന്റെ മറ്റൊരു വിമർശനം. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, ഈ ചില മാധ്യമങ്ങളെ വിരട്ടുന്നത് പോലെ പൊതുപ്രവർത്തകരെ വിരട്ടാം എന്ന് കരുതരുത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് താങ്കൾ, അല്ലാതെ മഹാരാജാവല്ല എന്നും കെ രാഗേഷ് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ അസ്വസ്ഥത കണ്ടപ്പോൾ താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കി എന്ന് വ്യക്തമാക്കുന്നതാണ് എന്നാണ് കെ രാഗേഷ് പറയുന്നത്. അതിനൊപ്പമാണ് മറ്റൊരു വിമർശനം വരുന്നത്. മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കുകൾ, ശരീരഭാഷ തുടങ്ങിയവയൊന്നും മുഖ്യമന്ത്രിക്ക് ചേർന്ന രീതിയിലായിരുന്നില്ല. അത് സ്വന്തം പാർട്ടിയിലെ, അതായത് മുഖ്യമന്ത്രിയുടെ സ്വന്തം പാർട്ടിയിലെ കമന്റ് തൊഴിലാളികൾക്കും സൈബർ ഗുണ്ടകൾക്കുമാണ് ഇണങ്ങുക എന്നും കെ രാഗേഷ് പറയുന്നുണ്ട്. തുടർന്ന് ചില ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയോട് കെ രാഗേഷ് ചോദിക്കുന്നത്. അതിൽ നേരത്തെ മുതൽ തന്നെ CPM ചോദിക്കുന്ന ധനം, നിയമം, തുറമുഖം എന്നീ വകുപ്പുകൾ മുഖ്യമന്ത്രി ബോധപൂർവം ഏറ്റെടുത്തത് എന്തിനാണ്? വിഴിഞ്ഞം പോർട്ട് മുൻ MD-യെ തിടുക്കപ്പെട്ടത് മാറ്റിയത് എന്തിനാണ്? ഭരണത്തിലേറും മുമ്പ് പ്രത്യേക വിമാനത്തിൽ മംഗലാപുരത്തേക്ക് അദാനി അധികൃതരെ കാണാൻ പോയത് എന്തിനാണ്? ആ പ്രത്യേക വിമാനത്തിന്റെ ചെലവ് വഹിച്ചത് ആരാണ്? തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഈ മുൻകൂർ അനുമതി ഇല്ലാതെ ഓഹരി വിൽപ്പനയുമായി മുന്നോട്ട് പോകാൻ അദാനി ഗ്രൂപ്പിന് എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് കെ രാഗേഷ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്നത്. ശരി നിഖിൽ.